വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ ഇന്ന് 8ാം ദിവസത്തിൽ. സൂചിപ്പാറ സൺറൈസ് വനമേഖലയിൽ ഇന്ന് തിരച്ചിൽ നടത്തും. 12 രക്ഷാപ്രവർത്തകരെ എത്തിക്കുക ഹെലികോപ്റ്റർ മാർഗത്തിലാണ്. 6 അംഗങ്ങളുടെ 2 സംഘമായിട്ടായിരിക്കും തിരച്ചിൽ നടത്തുന്നത്. വിവരങ്ങളുമായി അനഘ റീജ ഭരതനും സൂര്യ സുജിയും ചേരുന്നുണ്ട്. ആദ്യം അനഘയിലേക്കാണ്. അനഘ, ഇന്ന് ഒരു പ്രധാനപ്പെട്ട ആക്ഷൻ പ്ലാൻ എന്ന് വേണം ഇതിനെ പറയാനായി. നമുക്കറിയാം, ഈ ചാലിയാറിൻ്റെ എല്ലാം ഇരുകരകളിലും സമഗ്രമായി നമ്മൾ തിരച്ചിൽ നടത്തിയെങ്കിലും ഒരു ചെറിയ ഭാഗം, അത് അവിടെ മനുഷ്യർക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത ഒരു മേഖലയുണ്ട്. അവിടെയാണ് ഇന്ന് തിരച്ചിൽ നടത്താൻ ഒരുങ്ങുന്നത്. ഏത് രീതിയിലായിരിക്കും തിരച്ചിൽ? എപ്പോഴാണ് ഈ തിരച്ചിൽ ആരംഭിക്കുക? തീർച്ചയായും നിലവിൽ ഇപ്പോൾ തിരച്ചിലുകൾ ആരംഭിച്ചിരിക്കുകയാണ്. 6 സോണുകളായി തിരിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള തിരച്ചിലുകൾ നടക്കുന്നത്. ഇന്ന് പ്രത്യേകിച്ച് സൂചിപ്പാറയിലെ സൺറൈസ് വനമേഖലയിൽ ഇന്ന് തിരച്ചിലുകൾ ആരംഭിക്കും എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 12 രക്ഷാപ്രവർത്തകരെ കൽപ്പറ്റയിൽ നിന്ന് എത്തിക്കുക ഹെലികോപ്റ്റർ മാർഗമാണ്. 6 അംഗങ്ങളുടെ 2 സംഘമായാണ് തിരച്ചിലുകൾ നടത്തുക. തിരിച്ചറിയാത്ത 29 മൃതദേഹങ്ങളും 154 ശരീരഭാഗങ്ങളും ഇന്നലെ സംസ്കരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും 6 സോണുകളായി തന്നെയാണ് ഇന്നും തിരച്ചിലുകൾ ആരംഭിച്ചിട്ടുള്ളത്. ബെയിലി പാലം കടന്നുകൊണ്ട് തന്നെ 6 സംഘങ്ങളായി തന്നെയാണ് തിരച്ചിലുകൾ നിലവിൽ നടക്കുന്നത്. ചാലിയാറിന്റെ ഇരുകരകളിലും ഒരു സമഗ്രമായിട്ടുള്ള തിരച്ചിലുകൾ അടക്കം നടത്തിയെങ്കിലും മനുഷ്യർക്ക് എത്തിപ്പെടാൻ സാധിക്കാത്തൊരു സാഹചര്യമുണ്ട്. ഇവിടെയും ഇന്ന് തിരച്ചിലുകൾ നടക്കുന്നുണ്ട്. പരിശീലനം നേടിയ 2 ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും 4 SOGയും 6 ആർമി സൈനികരും അടങ്ങുന്ന 12 പേരാണ് ഇന്ന് കൽപ്പറ്റയിലെ SKMJ ഗ്രൗണ്ടിൽ നിന്നും എയർലിഫ്റ്റിംഗിലൂടെ ഈ സ്പോട്ടിൽ എത്തിച്ചേരുക. സൺറൈസ് വാലിയോട് ചേർന്ന് കിടക്കുന്ന ഇരുകരകളിലും ഇന്ന് തിരച്ചിലുകൾ നടത്തും എന്ന് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നു. ഏതായാലും നിലവിൽ ഇന്നത്തെ തിരച്ചിലുകൾ ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് 6 മണിയോടുകൂടി തന്നെ തിരച്ചിലുകൾ ആരംഭിച്ചിരിക്കുന്നു. ഇന്നലെ നമുക്കറിയാം 189ഓളം മൃതദേഹ അവശിഷ്ടങ്ങൾ ഇന്നലെ സംസ്കരിച്ചു കഴിഞ്ഞു. പുത്തുമലയിലെ 64 സെന്റിലായിരുന്നു ആദ്യഘട്ടത്തിൽ സംസ്കാര ചടങ്ങുകളടക്കം പൂർത്തിയാക്കിയത്. പക്ഷേ പിന്നീട് അല്പ സ്ഥലം കൂടി വേണ്ടതുള്ളത് കൊണ്ട് കുറച്ച് സ്ഥലം കൂടി അടക്കം ഏറ്റെടുത്തുകൊണ്ട് തന്നെ പുത്തുമലയിലായിരുന്നു ഇത്തരത്തിലുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കിയത്. ഇന്ന് ഏതായാലും വലിയ ദുഷ്കരമായിട്ടുള്ള ഒരു തിരച്ചിലുകൾ തന്നെയാണ്. ഒരു പ്രത്യേക ഘട്ടമായി തന്നെയാണ്, അല്ലെങ്കിൽ പ്രത്യേക ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്നത്തെ തിരച്ചിലുകൾ ആരംഭിച്ചിരിക്കുന്നത്. ആളുകൾക്ക് എത്തിപ്പെടുവാൻ പോലും സാധ്യമല്ലാത്ത രീതിയിലുള്ള സ്ഥലത്തേക്ക് ആക്ഷൻ പ്ലാൻ അടക്കം തയ്യാറാക്കി ഹെലികോപ്റ്റർ മാർഗമാണ് ഇത്തരത്തിൽ രക്ഷാപ്രവർത്തകരെ സംഭവ സ്ഥലത്തേക്ക് എത്തിക്കുന്നത്. ഏതായാലും നിരവധി ആളുകളെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇനിയും ഇപ്പോഴും 200-ലധികം ആളുകൾ ഇപ്പോഴും കാണാമറയത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ അധികം ഇതുവരെ എത്തിപ്പെടാത്ത ഒരു മേഖലയിലേക്ക് തന്നെ തിരിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ തിരച്ചിലുകൾ ആരംഭിച്ചിരിക്കുന്നത്. വീണ.